ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ജനുവരി 1 തൊട്ടിട്ട് ജനുവരി 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജനുവരി മാസത്തിലെ ഓരോ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച ആയിക്കോട്ടെ, രണ്ടാമത്തെ ആഴ്ച ആയിക്കോട്ടെ, മൂന്നാമത്തെ ആഴ്ച ആയിക്കോട്ടെ, നാലാമത്തെ ആഴ്ച ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് കാണാത്തവർ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി, അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ജനുവരി 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഹാസ് റിട്ടൺ ദ ബുക്ക് ചേഞ്ചിങ് ഇന്ത്യ വിച്ച് കണ്ടെയ്ൻസ് ഓതേഴ്സ് സെലക്ടഡ് സ്പീച്ചസ്, ആർട്ടിക്കിൾസ് ആൻഡ് ഇൻ്റർവ്യൂസ്? The right answer is Dr. Manmohan Singh. Okay, Dr. Manmohan Singh has written the book Changing India, which contains author selected speeches, articles and interviews. Dr. Manmohan Singh, അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? ഡിസംബർ 26-നാണല്ലേ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധനുമാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ധനമന്ത്രിയായിരുന്ന സമയത്ത്, അതായത് 1991 to 96 ആ കാലഘട്ടത്താണ് അദ്ദേഹം ധനമന്ത്രിയായിരുന്നത്. അപ്പോഴാണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പുതിയ പാതയിലേക്ക് ചുവടുമാറിയിട്ടുള്ളത്. 2004-ലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത്. 2009-ലും അധികാരത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. ഇന്ത്യയിലെ നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കി തുടർ ഭരണം നേടിയ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അതും മൻമോഹൻ സിംഗ് തന്നെയാണ്. അപ്പം ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഭരണത്തിൽ 5 വർഷം പൂർത്തിയാക്കിയിട്ട് വീണ്ടും തുടർ ഭരണം നേടിയ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ്. 1954 കേംബ്രിഡ്ജിൽ നിന്നും ഗവേഷണം പൂർത്തിയാക്കിയ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. 1998 രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ അദ്ദേഹം 6 തവണയാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡിസംബർ 25 തന്നെ അന്തരിച്ച ഇതിഹാസ സാഹിത്യകാരൻ ആരാണ്? മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് അല്ലെ. അദ്ദേഹം ഡിസംബർ 25 തന്നെയാണ് അന്തരിച്ചത്. മൻമോഹൻ സിംഗ് ഡിസംബർ 26 അല്ലേ. അപ്പോൾ നമ്മുടെ അക്ഷയ സൂര്യൻ അല്ലെങ്കിൽ ഇതിഹാസ സാഹിത്യകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം, പത്രാധിപർ തുടങ്ങിയ എഴുത്തിന്റെ എല്ലാ മേഖലകളിലും മുദ്ര പതിപ്പിച്ച സാഹിത്യകാരനാണ് MT. മലയാള സിനിമയിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ 6 സിനിമകളും 2 ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുള്ള MT 4 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 4 തവണയാണല്ലോ. ഏതൊക്കെയാണ്? ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം തുടങ്ങിയ സിനിമകൾക്കാണ് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം MT വാസുദേവൻ നായരിന് ലഭിച്ചിട്ടുള്ളത്. 60-ലേറെ സിനിമകൾക്കും തിരക്കഥയൊരുക്കിയ MT 11 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും നേടിയിട്ടുണ്ട്. 2-ാം മൂഴം, 4-കെട്ട്, മഞ്ഞ്, കാലം, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, വാരണാസി തുടങ്ങി 9 നോവലുകൾ രചയിതാവാണ്. 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതിക്ക് അർഹനാണ്. 1995-ലാണ് MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. 2022 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള കേരള ജ്യോതി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ എന്ന MTയുടെ ജനനം. ഓക്കെ, MT വാസുദേവൻ നായർ അല്ലെ. എന്താണ്? മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. 1933 ജൂലൈ 15-നാണ്. അടുത്ത ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യം. ഹു ഹാസ് ബീൻ നെയ്മഡ് ദ ന്യൂ ഗവർണർ ഓഫ് കേരള അല്ലെ. കേരളത്തിലെ പുതിയ ഗവർണർ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്ലെ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഹാസ് ബീൻ നെയ്മഡ് ദ ന്യൂ ഗവർണർ ഓഫ് കേരള. അദ്ദേഹം ബീഹാർ ഗവർണർ ആയിരുന്നു കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്ലെ, 70 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ കേരള ഗവർണറായിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡിസംബർ 24-നാണ് നിയമിച്ചത്. നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ BJPയുടെ നേതാവായി തിളങ്ങിയ ശേഷമാണ് അർലേക്കർ ഗവർണർ പദവിയിലെത്തിയത്. മണിപ്പൂർ ഗവർണറായി മുൻ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒഡീഷയുടെ ഗവർണറായിട്ട് ഹരിബാബു കമ്പട്ടിയെയും മിസോറാം ഗവർണറായിട്ട് ഡോക്ടർ VK സിംഗിനെയും നിയമിച്ചിട്ടുണ്ട്.
അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? വി രാമസുബ്രഹ്മണ്യൻ. അല്ലെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് സുപ്രീം കോടതി മുൻ ജഡ്ജിയായിരുന്നു ആര്? വി രാമസുബ്രഹ്മണ്യനെ ആരാണ് നിയമിച്ചത്? രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു എന്നാണ് നിയമിച്ചത്. ഡിസംബർ 23 നിയമിച്ചു. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള അരുൺ മിശ്രയുടെ പിൻഗാമിയായാണ് രാമസുബ്രഹ്മണ്യൻ NHRC അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. NHRC എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ മുൻ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 3 വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ നിയമന കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വാട്ട് വിൽ ബിക്കം ദ വേഴ്സ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ അമേരിക്കൻ ഹിസ്റ്ററി? അതായത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറാൻ പോകുന്നത് ഏത് ദുരന്തമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? നമുക്കറിയാം, വാർത്തകളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ്? ലോസ് ആഞ്ചലസ് വൈൽഡ് ഫയർ. അല്ലെ, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന നിലയിലേക്കാണ് ലോസ് ആഞ്ചലസ് കാട്ടുതീ കഴിഞ്ഞ ആഴ്ച പടർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂയോർക്കിന് പിറകിൽ അമേരിക്കയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ നഗരമാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത്. അത് സർവവും ചാരമാക്കി ആഞ്ഞു വീശിയ കാട്ടുതീ അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തിനാകെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ആഗോളതാപനം, അതിന്റെ ഭാഗമായി സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റവും വെറും സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിവുണ്ടാകാൻ ഇനിയും വൈകിക്കൂടെന്നുള്ള മുന്നറിയിപ്പാണ് അത് തരുന്നത്. അല്ലെ, ആഗോളതാപനം എന്ന ആശയത്തെ അംഗീകരിക്കാത്ത, അതിനെതിരെയുള്ള രാജ്യാന്തര കൂട്ടായ്മയുടെ ഭാഗമാകാൻ വിസമ്മതിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ ഈ ദുരന്തത്തിന് പുതിയ മാനങ്ങളുണ്ട്. അതായത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ മഴയില്ലാത്തതാണ്. ഈ ലോസ് ആഞ്ചലസിൽ തീ വരാനുള്ള കാരണം എന്ന് പറയുന്നത് മഴയുടെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്കയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയായിട്ടാണ് ലോസ് ആഞ്ചലസിൽ പടർന്നത്. 6 മാസത്തോളമായി മഴ പെയ്യാത്തതിനെ തുടർന്ന് പ്രദേശമാകെ ഉണങ്ങി വരേണ്ടത് ദുരന്ത വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. 30,000-ലേറെ ഏക്കറിൽ, അതായത് 145 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായ നാശനഷ്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. തീ പടർന്ന ഇടങ്ങളിൽ നിന്ന് 2 ലക്ഷത്തിലേറെ പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 1000-ലേറെ ഫയർ എഞ്ചിനുകളും 31 ഹെലികോപ്റ്ററുമായാണ് തീ അണയ്ക്കാൻ ദൗത്യത്തിൽ ഏർപ്പെട്ടത്. 10,000-ഓളം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അമേരിക്കയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള കാനഡയും മെക്സിക്കോയും അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും തീയണയ്ക്കാൻ ഉപകരണങ്ങൾ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ലോസ് ആഞ്ചലസ് കാട്ടുതീ മൂലമുള്ള പ്രാഥമിക നഷ്ടം മാത്രം $150 ബില്യൺ. സിംഗപ്പൂർ GDPയുടെ 4-1 വരുന്ന തുകയാണിത്. സിനിമാ വ്യവസായത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ഹോളിവുഡ് സ്ഥിതി ചെയ്യുന്ന മേഖല ഉൾപ്പെടെ കാട്ടുതീ സംഹാര താണ്ഡവമാടിയിട്ടുണ്ട്. അവിടുത്തെ 10,000-ലേറെയെങ്കിലും കെട്ടിടങ്ങൾ കത്തിച്ചാരമായിട്ടുണ്ട്. 1,00,000-ഓളം വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളെയും വൈദ്യുത ബന്ധം തകരാറിലായിട്ടുണ്ട്. 40 അടി വരെ ഉയരത്തിലാണ് തീനാളങ്ങൾ ഉയർന്നത്. നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായ പസഫിക് പാലിഡേറ്റ്സ് അമേരിക്കയിലെ ഏറ്റവും വിലപിടിച്ച വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. അവിടുത്തെ ഒരു വീടിന്റെ വില എന്ന് പറയുന്നത് $37 ലക്ഷം. 37 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 31 കോടി രൂപ. അത്രയും വിലപിടിച്ചുള്ള വീടുകളാണ് ഇപ്പോൾ കത്തിച്ചാരമായി മാറിയിരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, 5ാമത്തെ ചോദ്യം. ജനറൽ VK സിംഗ് ഹാസ് റീസെന്റ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിന്റെ ഗവർണറാണ് VK സിംഗ്? ഏത് സ്റ്റേറ്റിന്റെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മിസോറാം. ഓക്കെ, ജനറൽ VK സിംഗ് ഹാസ് റീസെന്റ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് മിസോറാം. മിസോറാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന അർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. ലൂഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ലൂഷായ് ഹിൽസ് എന്നാണ് പണ്ടൊക്കെ മിസോറാം അറിയപ്പെട്ടിരുന്നത്. വ്യവസായങ്ങൾ ഇല്ലാത്ത നാടാണ് മിസോറാം. പർവ്വതനിവാസികളുടെ നാട് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് മിസോറാം എന്നുള്ള വാക്കിനർത്ഥം കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്നാണ്. എന്തൊക്കെ പേരുകളിലാണ് മിസോറാം അറിയപ്പെട്ടിരുന്നത്? ലൂഷായ് ഹിൽസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്ന് അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പർവ്വത നിവാസികളുടെ നാട് എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് ഏത്? മിസോറാം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ 2ാമത്തെ സംസ്ഥാനമാണ് മിസോറാം. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഇത് തന്നെയാണ്, മിസോറാം തന്നെയാണ്. വാൻടാങ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. മിസോറാമിൽ കുറെ അധികം ആഘോഷങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ചപ്ചർകുട്ട്, മിങ്കുട്ട്, പോൾകുട്ട് അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ കുറെ അധികം ആഘോഷങ്ങൾ മിസോറാമിൽ നടക്കാറുണ്ട്. മിസോറാമിലെ പ്രധാന ആഘോഷങ്ങൾ പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് കുട്ട് എന്നാണ്.
അതാണ് ചപ്ചർകുട്ട്, മിംകുട്ട്, പോൾകുട്ട്. ആഘോഷങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുട്ട് എന്നുള്ള പേരിലാണ്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മിസോറാമിലാണ്. ഏതാണ്? സെർച്ചിപ്പ് എന്നാണ് ആ നഗരത്തിന്റെ പേര്. മിസോറാമിലെ ടൈഗർ റിസർവ് ആണ് ഡംബ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. മിസോറാമിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആരാണ്? ജനറൽ വി കെ സിംഗ് ആണ് അല്ലെ. മിസോറാം ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി ആരാണ്? വക്കം പുരുഷോത്തമനാണ്. 2011 തൊട്ടിട്ട് 2014 വരെ. രണ്ടാമത്തെ മലയാളി ആരാണ്? കുമ്മനം രാജശേഖരനാണ്. 2018 അദ്ദേഹം മിസോറാം ഗവർണറായിട്ട് നിയമിതനാകുന്നത്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ഇൻ വിച്ച് സിറ്റി ഈസ് ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ബീങ് ഓർഗനൈസ്ഡ്? ഏത് സിറ്റിയിലാണ് ഗ്ലോബൽ എക്സ്പോ, ഇന്ത്യ മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഏത് സിറ്റിയിലാണെന്നാണ് ചോദ്യം. ഏതിലാണ്? എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ്? വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ്? ദ റൈറ്റ് ആൻസർ ഈസ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തത്. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ പറയുമ്പോൾ എന്ത് കാര്യമാണ് ഓർമ്മ വരുന്നത്? 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 370(35)(a) പ്രകാരം ജമ്മു കാശ്മീരിൽ ലഭ്യമായിരുന്ന പ്രത്യേക വ്യവസ്ഥകൾ റദ്ദാക്കിയിരുന്നു അല്ലെ. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാവുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ലഡാക്ക്, ജമ്മു കാശ്മീർ വിഭജിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണത്? ജമ്മു കാശ്മീരാണ് അല്ലെ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. ഇൻ വിച്ച് സിറ്റി ഈസ് ദ 18th പ്രവാസി ഭാരതി ദിവസ് ബീങ് ഓർഗനൈസ്ഡ്? ഏത് സിറ്റിയിലാണ് 18th പ്രവാസി ഭാരതീയ ദിവസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള? ഏത് സിറ്റിയിലാണെന്നാണ് ചോദ്യം. ഏത് സിറ്റിയിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഭുവനേശ്വർ. പ്രാചീന കാലത്ത് കലിംഗ, ഉത്കല എന്ന പേരുകൾ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ അല്ലെ. ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഇത് ഭുവനേശ്വർ എന്ന് പറയുന്നത്. ഒഡീഷയുടെ തലസ്ഥാന നഗരമാണ് അല്ലെ ഭുവനേശ്വർ. ക്ഷേത്ര നഗരം അല്ലെങ്കിൽ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഇത് ഭുവനേശ്വർ. ഒഡീഷയുടെ ഏറ്റവും വലിയ നഗരം ഭുവനേശ്വർ തന്നെയാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, അതായത് പൂർവ്വ തീര റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഭുവനേശ്വർ തന്നെയാണ്. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം. ഹു ഇനാഗുറേറ്റഡ് ദ പ്രവാസി ഭാരതി ദിവസ് 2025? ആരാണ് പ്രവാസി ഭാരതീയ ദിവസ് ഇനാഗുറേറ്റ് ചെയ്തത്? ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് നരേന്ദ്രമോദി. ഓക്കെ, നരേന്ദ്രമോദി ഇനാഗുറേറ്റഡ് ദ പ്രവാസി ഭാരതീയ ദിവസ് 2025. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നെഹ്റുവിനെ കൂടാതെ പാർലമെന്റിൽ ആദ്യമായിട്ട് അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2001 മുതൽ 2014 വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തിയായിരുന്നു. 2001 മുതൽ 2014 വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ഈ സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 സെലിബ്രേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 3 തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനമാണ് അല്ലെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. 3 തലസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ജുഡീഷ്യറി ക്യാപിറ്റൽ. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണ തലസ്ഥാനം, അതേതാണ്? വിശാഖപട്ടണമാണ് അല്ലെ. നിയമനിർമ്മാണ തലസ്ഥാനം, അതാണ് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അമരാവതിയാണ് അല്ലെ. ജുഡീഷ്യറി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? നീതിന്യായ തലസ്ഥാനം കുർണൂൽ. അപ്പോൾ ആന്ധ്രാപ്രദേശിന് 3 തലസ്ഥാനങ്ങളാണ്: വിശാഖപട്ടണം, അമരാവതി, കുർണൂല് അല്ലെ. കാര്യനിർവഹണ തലസ്ഥാനമാണ് വിശാഖപട്ടണം, നിയമനിർമ്മാണ തലസ്ഥാനമാണ് അമരാവതി, നീതിന്യായ തലസ്ഥാനമാണ് കുർണൂൽ. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണം, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതി, ജുഡീഷ്യറി ക്യാപിറ്റൽ കുർണൂൽ. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഏതാണ് സംസ്ഥാന മൃഗം? കൃഷ്ണമൃഗമാണ്. സംസ്ഥാന പക്ഷി റോസ് റിങ്സ് ആണ്. സംസ്ഥാന വൃക്ഷം വേപ്പാണ്. സംസ്ഥാന പുഷ്പം മുല്ലയാണ് അല്ലെ ആന്ധ്രാപ്രദേശിന്റെ. ഓക്കെ, അപ്പം നമ്മൾ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയത്. അതായത് ജനുവരി 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കറിയാം നമ്മുടെ ചാനൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫയേഴ്സും ഉണ്ട്.
അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ട്, വീക്ക്ലി കിട്ടുന്നുണ്ട്, മന്ത്ലി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.